നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിലെ കേരളത്തിലെ നദികൾ എന്ന പങ്ക്തിയിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ 13ാമത്തെ നദിയായ വാമനപുരം നദിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന നദിയാണ് വാമനപുരം നദി. ആറ്റിങ്ങൽ നഗരത്തിലൂടെ ഒഴുകുന്നതിനാൽ ഈ നദിക്ക് ആറ്റിങ്ങൽ നദി എന്നൊരു പേരുകൂടിയുണ്ട്. നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാമനപുരം ക്ഷേത്രത്തിൽ നിന്നുമാകാം വാമനപുരം എന്ന പ്രദേശത്തിനും ഈ നദിക്കും വാമനപുരം എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ 1860 മീറ്റർ ഉയരത്തിലുള്ള ചെമ്പുഞ്ചിയിൽ നിന്നുമാണ് വാമനപുരം നദി ഉത്ഭവിക്കുന്നത്. 88 കിലോമീറ്റർ നീളമുള്ള വാമനപുരം നദി തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകി അഞ്ചുതെങ്ങ് കായലിൽ അവസാനിക്കുന്നു. 88 കിലോമീറ്റർ നീളം ഉണ്ടെങ്കിലും വെറും 11.2 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ നദിയിൽ സഞ്ചാരയോഗ്യമുള്ളൂ. വാമനപുരം നദിയുടെ ആറ്റിങ്ങൽ ഭാഗത്തിനെ കൊല്ലംപുഴ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഒരു കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ പേരാണെന്ന് പറയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ടയിൽ നിന്നും വാമനപുരം നദി വഴി ആറ്റിങ്ങൽ കൊട്ടാരത്തിലേക്ക് എത്തിയ 140 ബ്രിട്ടീഷുകാരെ നാട്ടുകാർ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം. കുരുമുളകും മറ്റു സുഗന്ധദ്രവ്യങ്ങളും വില കുറച്ച് വാങ്ങാനായി പ്രദേശവാസികളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടീഷുകാരുടെ പതിവായിരുന്നു. ഗിഫോർഡ് എന്ന ബ്രിട്ടീഷുകാരൻ അഞ്ചുതെങ്ങ് കോട്ടയുടെ അധിപനായി എത്തിയതോടെ ഇത് വർദ്ധിച്ചു. 1721 ആറ്റിങ്ങൽ റാണിമാർക്ക് സമ്മാനങ്ങളുമായി എത്തിയ ഗിഫോർഡിനെയും സംഘത്തെയും പിള്ളമാരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം. തുടർന്ന് ബ്രിട്ടീഷ് കോട്ട 6 മാസത്തോളം പിള്ളമാർ വളഞ്ഞുവെച്ചു. തുടർന്ന് തലശ്ശേരിയിൽ നിന്നും കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയാണ് കോട്ട പിള്ളമാരിൽ നിന്നും മോചിപ്പിച്ചത്. ഈ കൊലപാതകം നടന്ന പുഴയാണ് കൊല്ലും പുഴയും അത് പിന്നീട് കൊല്ലം പുഴയുമായി മാറിയതെന്നും പഴമക്കാർ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ വാമനപുരം നദിയുടെ 2 പ്രധാന കൈവഴികൾ പൊന്മുടി ഹിൽ സ്റ്റേഷനിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപ്പർ ചിറ്റാർ, മഞ്ഞപ്രയാർ എന്നീ അരുവികളാണ്. ചിറയൻകീഴിന് സമീപമുള്ള അഞ്ചുതെങ്ങ് തടാകത്തിൽ അവസാനിക്കുന്ന വാമനപുരം നദി കല്ലാർ, വിതുര, പാലോട്, കാരേറ്റ്, ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. ആറ്റിങ്ങൽ, വർക്കല മുനിസിപ്പാലിറ്റികളുടെ പ്രധാന ജലസ്രോതസ്സാണ് ഈ നദി. ചിറയൻകീഴിന് സമീപമുള്ള നദിയുടെ താഴ്ന്ന ഭാഗത്ത് ബോട്ടിങ്ങും ലഭ്യമാണ്. വാമനപുരം നദിയുടെ ആരംഭത്തിന് സമീപം മുകൾ ഭാഗത്ത് മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. മീൻമുട്ടി വെള്ളച്ചാട്ടം, തവക്കൽ വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിൽ ടൂറിസം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. 1970കളിൽ വാമനപുരം ജലസേചന പദ്ധതി വിഭാവനം ചെയ്തിരുന്നു എങ്കിലും ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. അണക്കെട്ടില്ലാത്ത തിരുവനന്തപുരം ജില്ലയിലെ ഏക നദിയാണ് വാമനപുരം നദി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.